ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ എൻ്റെ കേക്കുകളിൽ ഞാൻ എങ്ങനെയാണ് സ്പഞ്ച് ചെയ്യുന്നത് ആ സെയിം രീതി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യമേ 1 കപ്പ് മൈദ എടുക്കുക. ശേഷം ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കൊക്കോ പൗഡർ എടുക്കുക. പിന്നീട് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അരിപ്പയിലെടുത്ത് അരിച്ച് സീവ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കുക. പിന്നെ ഞാൻ എൻ്റെ ഈ കേക്കിൽ ഒരു 3-4 ഡ്രോപ്സ് മിൽക്ക് എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കൂടാൻ അത് നന്നായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അപ്പം മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ നിറം മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരേക്കും നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആവുന്നത് വരേക്കും ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ കേക്കിൽ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ കേക്കിൽ ഒരു 1/3 കപ്പിന് മേലെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് കുലുക്കി ഇളക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക, അത്ര തന്നെ. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നേച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, കുറച്ച് ബട്ടർ മിൽക്ക് ചേർക്കുക, മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക, ബട്ടർ മിൽക്ക് ചേർക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെയായിട്ട് ഒരു 3-4 തവണയായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് ഇതിലേക്ക് എത്രമാത്രം നമുക്ക് കളർ ആവശ്യമുണ്ടോ അത്രയും കളർ ചേർക്കുക. നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു റിബൽ കൺസിസ്റ്റൻസി ആവുന്നത് വരേക്കും നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.